സോ ഞാനിപ്പോൾ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ 4th ഇയർ ആയി. സോ തെപ്ഷീർക്ക് ഇതേപോലെ ഈ ഒരു ജേണിയിലൂടെ കടന്നുപോയ ഒരാളാണ്. സോ തെപ്ഷീർക്കാക്ക് കിട്ടിയൊരു ബെസ്റ്റ് ലൈഫ് അഡ്വൈസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ആ ഒരു നീറ്റ് അതുപോലെ MBBS ജേണി? MBBS ജേണീൻ്റെ സമയത്ത് ആക്ച്വലി എനിക്ക് കിട്ടിയൊരു സാധനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളൊരു സാറുണ്ട് മെഡിസിൻ്റെ, ഷാൻ സാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാറ് പറഞ്ഞെന്ന പല സാധനങ്ങളും എന്താ വെച്ചാൽ, ഞാൻ ആ UG പഠിച്ച സാധനം ഇപ്പോഴും ഞാൻ എന്താ പറയുക, അതായത് PG എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. PG പഠിച്ചപ്പോൾ സാറ് പഠിച്ച പഠിപ്പിച്ചെന്ന ചില സാധനങ്ങൾ അതേപോലെ ഞാൻ ഫോളോ ചെയ്ത് തരുന്ന ചില സാധനമുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എല്ലാ ക്ലാസ്സിലും കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന സാധനമാണ്, അതായത് ദാറ്റ്സ് എ ജനറൽ ഡിക്റ്റം ഇൻ മെഡിസിൻ ദാറ്റ് യു ഷുഡ് ഫോളോ. അതായത് അൺകോമൺ പ്രസൻറ്റേഷൻ ഓഫ് എ കോമൺ ഡിസീസ് ഇസ് മോർ കോമൺ ദാൻ കോമൺ പ്രസൻറ്റേഷൻ ഓഫ് എൻ അൺകോമൺ ഡിസീസ്. ഇത് സാറ് ഫസ്റ്റ് പറഞ്ഞ പോലെ ഇങ്ങനെ അൺകോമൺ കോമൺ എന്നൊക്കെ പറഞ്ഞ് കുറേ വാക്കുകളുണ്ട്, നല്ല രസം കേൾക്കാൻ നല്ല രസമുള്ള ഇങ്ങനെ കേട്ടത് ആദ്യം മനസ്സിലില്ല സാറിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. പിന്നെ എന്താ വെച്ചാൽ സാർ ഇത് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ പിന്നെ സാർ എന്തിനാ ഇതിങ്ങനെ വീണ്ടും പറയണമെന്ന് പിന്നെയാണ് എനിക്കറിയില്ല, കുറച്ച് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു ആവശ്യം മനസ്സിലായത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾ നമ്മളെടുത്ത് വയറുവേന എന്ന് പറഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, വയറുവേനയ്ക്ക് ഇപ്പോൾ ആദ്യം തന്നെ കുറേ സാധനങ്ങൾ വയറുവേനയ്ക്കുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ മെഡിസിനിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാരണങ്ങളുണ്ടാവും. പക്ഷേ എവറി ടൈം നമ്മൾ എന്ത് ചെയ്യണം, കോമൺ തിങ്സ് ആദ്യം ആലോചിച്ച് റൂൾ ഔട്ട് ചെയ്തിട്ട്. ഇപ്പോൾ വയറുവേനായിട്ട് എൻ്റെ ഒരാൾ എൻ്റെ അടുത്ത് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഗ്യാസ്ട്രൈറ്റിസും UTIയും റീനൽ കോളിക്കൊക്കെ റൂൾ ഔട്ട് ചെയ്തതിന് ശേഷമേ ഞാൻ വലിയ കാര്യങ്ങൾ ആലോചിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് നേരെ വരുന്ന ഒരു പേഷ്യൻറ്റ് ഫസ്റ്റ് തന്നെ സുപ്പീരിയർ മീസെൻട്രി ആർട്ടറി ഒക്ലൂഷൻ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ഹൗ മെഡിസിൻ വർക്ക്സ്. എപ്പോഴും കോമൺ ഡിസീസ് ആയിരിക്കും കൂടുതൽ. അതാണ് സാർ പറയുന്നത്, അൺകോമൺ പ്രസൻറ്റേഷൻ ഓഫ് എ കോമൺ ഡിസീസ് ഇസ് മോർ കോമൺ ദാൻ കോമൺ പ്രസൻറ്റേഷൻ ഓഫ് എൻ അൺകോമൺ ഡിസീസ്. അപ്പം എന്താ പറഞ്ഞാൽ, നമ്മൾ അൺകോമൺ ഡിസീസ് ചിലപ്പോൾ ഭയങ്കര നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ച പോലെ തന്നെ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേഷ്യൻറ്റ് വന്നിട്ട് പറയാം. പക്ഷെ അപ്പോഴും ഈ അൺകോമൺ ഡിസീസ് ആലോചിക്കുന്നതിന് മുമ്പ് അതൊരു കോമൺ ആയിട്ടുള്ള സാധനം. ഇപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് സാധാരണ പ്രസൻറ്റ് ചെയ്യുന്ന പോലെ പ്രസൻറ്റ് ചെയ്തതല്ല, മാറിയിട്ട് ഇതെന്താ പറയുക, ഒരു കുറച്ചൊരു അൺകോമൺ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നുള്ള റൂൾ ഔട്ട് ചെയ്തതിന് ശേഷമേ ഐ ഷുഡ് ഗോ ഫോർ ദ റയർ തിങ്സ്. അത് ഞാൻ ഇപ്പോഴും ഓരോ ദിവസം ഓരോ പേഷ്യൻറ്റിനെ കാണുമ്പോഴും ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് തരുന്ന സാധനമാണ്. ആൻഡ് എന്താ പറയുക, അത് ഒരു എന്താ പറയുക 3 കോർ തിങ്സ് യു ഫോളോ ഇൻ മെഡിസിൻ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിലൊരു കാര്യം അതാണ്. സാറ് പറഞ്ഞ ആ വാക്കുകൾ അതേപോലെ എപ്പോഴും ഫോളോ ചെയ്യുന്നതാണ്.